ഹായ് ഗായ്സ്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നെസസ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രൗസറിൽ പോയിട്ട് അടിക്കുക. ഓക്കെ, നെസസ് ഡൗൺലോഡ് എന്ന് അടിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ വരുന്നത് നെസസിൻ്റെ എന്തൊക്കെ വേർഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വേർഷൻസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെയൊക്കെ ഉണ്ടാവുക, അത് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ പ്ലാറ്റ്ഫോം പറയുന്നത് നമ്മൾ DBNലേക്ക് സെറ്റ് ആക്കണം. ലിനക്സ് DBN, പിന്നെ ബിറ്റ് ഏതാന്നുള്ളത് അത്. അപ്പോൾ എൻ്റെ 64 ബിറ്റാണ്, അപ്പോൾ ഞാനത് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഡൗൺലോഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മളെ ഡൗൺലോഡിൻ്റെ ഫോൾഡറിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുക, അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ ഹിയർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സുഡോ SU നമ്മൾ കൊടുക്കുക. റൂട്ടിലേക്ക് നമുക്ക് ആക്സസ് വേണം, നല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് DPKG എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ, ഈ DPKG എന്താ വെച്ചാൽ DBNൻ്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ആക്കാനുള്ളതാണ്. എന്നിട്ട് ഇൻസ്റ്റാൾഡ് അത് -i കൊടുക്കുക. എന്നിട്ട് നെസസ്ന്ന് പേരടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൻ്റെ സംഗതികളൊക്കെ അവിടെ വരും. അത് തന്നെയാണ് നമ്മളെ ഡൗൺലോഡ്സിന് ഫോൾഡറിലുള്ള സെയിം പേരിനായിരിക്കും അവിടെ കാണിക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും താഴെ അതിൻ്റെ ലിങ്ക്, പിന്നെ സൈറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊക്കെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നെ ലിങ്ക് കാണാം. ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളെ ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ പോയിട്ട് പുതിയ ടാബ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. എന്നിട്ട് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ദ റിസ്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെസസിൻ്റെ പേജിലേക്ക് പോകും. ഓക്കെ, കുറച്ചൊരു ടൈം എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് അടുത്ത് വരുമ്പോൾ രജിസ്റ്റർ ഓഫ്ലൈൻ ഉള്ളത് ടിക്ക് കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് രജിസ്റ്റർ കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ ഫോർ നെസസ് എസെൻഷ്യൽസ് ടിക്ക് ഇത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ പേര്, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ അടിക്കുക. എന്നിട്ട് ഒരു ലൈസൻസ് ക്യൂ നമുക്ക് കിട്ടും, അത് ഞാൻ അവിടെ കാണിക്കുന്നില്ല, അത് ക്രെഡൻഷ്യൽസ് ആണ്. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇനീഷ്യലൈസിങ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് കാണിക്കുക. ഇനീഷ്യലൈസിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നെസസിൻ്റെ ഹോം പേജിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഹോം പേജിലേക്ക് ആയിട്ടുണ്ട് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട്. ഇനി വന്നിട്ട് എന്താ ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഹോം പേജ്. അപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഐക്കൺ കാണാം. അതിൻ്റെ അടുത്തായിട്ട് ഒരു റിഫ്രഷിങ് പോലെ ഒരു സംഗതി അവിടെ വരാനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലഗിൻസും കാര്യങ്ങളും അവിടെ കമ്പൈൽ ആവുകയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് മൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് കമ്പൈലിംഗ് പ്ലഗിൻസ് എന്നിട്ട് അത് 100% ആയി കഴിഞ്ഞാലാണ് സംഗതി വർക്ക് ആവുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഇതിൻ്റെ ഹോം പേജിൽ പോവുക. ജസ്റ്റ് ഹോം പേജിൽ പോയിട്ട് ഇത് കാണിക്കും. ഇത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിട്ട് എന്ത് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അവിടെ ന്യൂ സ്കാൻ ഉണ്ട്, ആ ന്യൂ സ്കാൻ ക്ലിക്ക് ചെയ്യാം. ന്യൂ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്വാൻസ്ഡ് സ്കാൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എന്താണ് സ്കാൻ ചെയ്യാൻ പോകുന്നത് അതിനൊരു പേര് കൊടുക്കണം. ഓക്കെ, ആ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്, മൈ സ്കാൻ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഫോൾഡർ മൈ സ്കാൻസ് എന്നുള്ള ഫോൾഡർ തന്നെ ആയിക്കോട്ടെ. പിന്നെ ടാർഗറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ്സൈറ്റ് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ IP അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും കൊടുത്തിട്ട് എന്താക്കുക, അത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ നെസസ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളെ അവിടെ കാണിക്കും. നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അത്ര വളർന്നപ്പെട്ടു. പിന്നെ സ്കാനിങ് കുറേ ടൈമൊക്കെ എടുക്കും, കുറേ സംഗതികളൊക്കെ വൾണറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് സംഗതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.